ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊരു പൂജ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല, തൊട്ടടുത്താണ് കേട്ടോ. 2 അടി വെച്ച് കഴിഞ്ഞാൽ അമ്പലമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് അമ്പലം ഉള്ളത്. ആദ്യം നമ്മുടെ തറവാട്ടിൻ്റെ തട്ടുംപുറത്തായിരുന്നു പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ അമ്പലമൊക്കെ വെച്ചിട്ട് അവരെ മാറ്റിയത് കേട്ടോ. എനിക്കിതുപോലെ പൂജയും കാര്യങ്ങളൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ. കാരണം പണ്ട് തറവാട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ പൂജ എന്ന് പറയുന്നത്. പൂജ ഉണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം വൈകുന്നേരം എല്ലാവരും നേരത്തെ കുളിച്ച് പൂവൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നൊരു പോക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞിട്ട് ഈ പൂവ് നേരാക്കരിക്കാനൊക്കെ ഒരുമിച്ചായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് നാമമൊക്കെ ചൊല്ലായിരുന്നു കേട്ടോ പണ്ട്. അപ്പോൾ അതൊന്നും ഇനി തിരിച്ചു വരില്ല എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ പണ്ട് കാലത്തെ കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം അത് മസ്റ്റാണ് കേട്ടോ. എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കാതെ ഞങ്ങൾ പിരിയാറില്ല. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ എല്ലാ വീട്ടിലേക്കും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ തീറ്റി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രസാദമൊക്കെ വീതിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതിനെക്കാട്ടിലും എല്ലാവരും കൂടി ഇരുന്ന് അതിൻ്റെ ഇടയിൽ കൂടെ വാരിയെടുത്ത് കഴിക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഊനോ കളിച്ചിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.